പ്പെട്ട തിരുവചന സന്ദേശം നൽകുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയെ കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന നമ്മുടെ ദൈവം, ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വീഴുന്നവരെ ഒക്കെയും താങ്ങുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും നിവർത്തുന്ന ദൈവം. 145 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ താങ്ങുന്ന കരങ്ങളാൽ താങ്ങുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന നമ്മുടെ ദൈവം, താങ്ങുന്ന കരങ്ങളാൽ താങ്ങുന്നവനും ബലമുള്ള കരങ്ങളാൽ നമ്മളെ നിവർത്തുന്നവനായ നമ്മുടെ ദൈവം. വീഴുന്നവരെ ഒക്കെയും അവൻ താങ്ങുന്നു. അതെ പ്രിയമുള്ളവരെ, വീഴാതെ വണ്ണം നമ്മളെ നിർത്തുവാൻ കഴിവുള്ള നമ്മുടെ ദൈവം. വീഴ്ചകൾ താഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടൊക്കെയും കരം തന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ജീവിതത്തിന്റെ ഭാരങ്ങളാൽ ക്ലേശങ്ങളാൽ കുനിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളിൽ ആ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിയാതെ വണ്ണം നാം തളർന്നു വരുമ്പോൾ ബലമുള്ള കരങ്ങളാൽ നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിവരൂ മകളെ, നിവരൂ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിവർത്തുന്ന ദൈവത്തിന്റെ കരങ്ങൾ, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. യെശയ്യാ പ്രവചനം 46 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ദൈവം ഗർഭം മുതൽ വഹിച്ചവരെയും ഉദരം മുതൽ ചുമന്നവരായ ഇസ്രായേലിനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം പറയുന്നു, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ മാറാത്തവൻ, വാർദ്ധക്യം വരെ ഞാൻ മാറാത്തവൻ, നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും. ദൈവം പറയുന്നു, ഞാൻ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, ദൈവത്തിന്റെ ഉറപ്പുള്ള വചനം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യ സഹായങ്ങൾ വ്യർത്ഥമാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരും ആശ്രയിക്കരുത്. നിന്റെ ദൈവത്തിൽ നീ ആശ്രയിക്കൂ. നീ ക്ഷീണതയാകുമ്പോൾ, വീഴുമെന്ന് തോന്നുമ്പോൾ, ഭാരങ്ങളാൽ നീ കുനിയുമ്പോൾ അവിടെ നിന്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിവുള്ള ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ബലഹീനരെ താങ്ങിയ ദൈവത്തെ, അവരെ ഓർത്ത ദൈവത്തെ, അപമാനിതരെ മാനിച്ചുയർത്തിയ ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരിക്കൽ അവൻ കുനിഞ്ഞുപോയി. അത് മറ്റൊന്നല്ല, അവന്റെ സ്വജാതികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും മുടിച്ചു കളയുമെന്നുള്ള ഹാമാന്റെ വാക്കിന് മുമ്പിൽ, രാജാവിന്റെ അധികാരപത്രത്തിന്റെ മുമ്പിൽ അവൻ നിലവിളിച്ചു, അവൻ കരഞ്ഞു, അവന്റെ തല കുനിഞ്ഞു, അവൻ കൈപ്പോടെ കരഞ്ഞു. ശൂശൻ പട്ടണത്തിൽ അവൻ കൈപ്പോടെ കരഞ്ഞു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ കരച്ചിൽ കേട്ട ദൈവം, മനുഷ്യകരങ്ങളാൽ അവർക്ക് രക്ഷയില്ല, അധികാരങ്ങൾ അവർക്ക് പ്രതികൂലമാണ്, ശക്തികൾ പ്രതികൂലമാണ്. അവൻ കൈപ്പോടെ കരഞ്ഞു. എന്നാൽ ആ പുസ്തകം അവസാനിക്കുമ്പോൾ കുനിഞ്ഞിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊർദെഖായി അല്ല, പിന്നെയോ രാജ്യത്തിന്റെ രണ്ടാമനായി വാഴുന്ന ഒരു മൊർദെഖായിയെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. സന്തോഷവും
ആനന്ദവുമുള്ള ഒരു മൊർദെഖായിയെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, നിന്റെ തല കുനിയുന്ന മേഖലകളിൽ ശത്രു നിനക്ക് വിരോധമായി ഉയർന്നു വരുമ്പോൾ, ശത്രു നിനക്ക് വിരോധമായി ആയുധമുണ്ടാക്കുമ്പോൾ നീ ഭാരപ്പെടരുത്. ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ അവന്റെ പക്കൽ പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നീ കടന്നു പോകുന്ന വിഷയങ്ങളിൽ, നിന്റെ വീഴ്ചകളിൽ, നിന്റെ താഴ്ചകളിൽ കരം പിടിച്ച് നിന്നെ നടത്തുവാൻ കഴിവുള്ളവനായ ദൈവം നിന്നോടൊപ്പമുണ്ട്. ഒരു ദിവസമല്ല, ഈ ലോകത്തിൽ ദൈവം നിനക്ക് എത്ര ആയുസ് തരുമോ അതുവരെയും നിന്നെ പുലർത്താമെന്ന്, നിന്നെ പോറ്റാമെന്ന്, നിന്നെ വഹിക്കാമെന്ന് ദൈവം ഉറപ്പ് തരികയാണ്. ആ ഉറപ്പ് ഒരിക്കലും മാറുകയില്ല. സ്നേഹിതരുടെ ഉറപ്പുകൾ മാറും, മക്കളുടെ സാന്നിധ്യങ്ങൾ മാറും. അവസരങ്ങളിൽ പലരും അതനുസരിച്ചൊക്കെ മാറിപ്പോകുമെങ്കിലും മാറാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയിക്കുമെങ്കിൽ നീ പരാജയപ്പെടുകയില്ല. 3-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ മകനായ അബ്ശാലോം നിമിത്തവും ബുദ്ധിമാനായ അഹിതോഫേൽ നിമിത്തവും രാജകൊട്ടാരം വിട്ടോടിപ്പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു. അവൻ സിംഹാസനത്തിൽ നിന്നും കാട്ടിലേക്ക് അവൻ ഓടിപ്പോകുമ്പോൾ ആ പോക്കിൽ അവനെ പരിഹസിച്ചവരുണ്ട്, നീജ നീജ എന്ന് വിളിച്ചവരുണ്ട്, അവനെ കല്ലെറിഞ്ഞവരുണ്ട്. അവരുറക്കെ പറഞ്ഞു, ഇനിയും ഇവന് രക്ഷയില്ല. ദാവീദ് തല മൂടിക്കൊണ്ട് ചെരിപ്പിടാതെയും ഒലിമലയുടെ കയറ്റങ്ങൾ കയറുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവനെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് സമൂഹങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവനെ ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന് അവന് പദവിയും അനുഗ്രഹവും കൊടുത്ത ദൈവത്തോടവൻ പറയുന്നുണ്ട്, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ തല ഉയർത്തുന്നവൻ നീയാണ്. സാഹചര്യങ്ങൾ എന്റെ തല താഴ്ത്തുമ്പോൾ ഞാനിവിടെ താഴുകയില്ല. എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയവൻ നീയാണ്. ഇനിയും എന്റെ താഴ്ചകളെ മാറ്റി, എന്റെ വീഴ്ചകളെ മാറ്റി, എന്റെ പരാജയങ്ങളെ മാറ്റി, എന്റെ നിന്ദകളെ മാറ്റി എന്നെ ഉയർത്തിയെടുക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൽ ധൈര്യപ്പെടുകയാണ്. അതെ, നിന്റെ സാഹചര്യങ്ങളെ, തളർത്തുന്ന സാഹചര്യങ്ങളെ, നിന്നെ കുനിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ, ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെ കണ്ട് നീ ഭാരപ്പെട്ടിരിക്കൂ. അങ്ങനെയല്ല, ദൈവത്തിൽ വിശ്വസിക്കൂ. എന്റെ ദൈവം എന്നെ താങ്ങും, എന്റെ ദൈവം എന്നെ നിവർത്തും, ഈ കഷ്ടങ്ങളിൽ ദൈവം എന്നെ സഹായിക്കും. അതെ, ദാവീദിന്റെ ജീവിതത്തിന്റെ ഇടവേളകളിലെ പരാജയങ്ങളെ മാറ്റി ദൈവനെ ഉയർത്തിയെടുത്തുവെങ്കിൽ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ നിന്നെ താങ്ങും, അവൻ നിന്നെ നിവർത്തും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, അവൻ നിന്നെ താങ്ങും, അവൻ നിന്നെ നിവർത്തും. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരുമെന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവിടെ വീഴ്ചകളിൽ, അവിടെ താഴ്ചകളിൽ ഭാരമേന്തി കുനിഞ്ഞിരിക്കുന്ന മേഖലകളെ പരിഹരിച്ചവരെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ചെറിയ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ട. സ്നേഹത്തോടെ കർത്തൃസൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. ഫ്രൈഡേ മന്ന യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന ശുശ്രൂഷ അന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു.